പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പേജ് നമ്പർ 113 ക്ലാസ് 6 ചാപ്റ്റർ 7 പേജ് നമ്പർ 113 ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പ്രോഡക്റ്റ് ബിലോ 46.2 ഇൻറ്റു 0.23 ചെയ്ത് നോക്കാം. അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 2s are 6, റിമൈൻഡർ ഒന്നുമില്ല. 6 3s are 18, റിമൈൻഡർ 1. 4 3s are 12 plus 1 13, 2 2s are 4, 6 2s are 8, 6 2s are 12, 4 2s are 8 plus 1 9 വരും. സോ 6 8 4 12, റിമൈൻഡർ 1 3 2 5 1 6, 9 1 10. ഇപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 10 6 2 6 എന്ന ആൻസർ. ഇവിടെ പോയിൻറ്റിന് ശേഷം 2 പേര്, ഇവിടെ ഒരാൾ. അപ്പം നമ്മുടെ പോയിൻറ്റിന് ശേഷം മൊത്തം നന്നായിട്ട് ഒന്നുകൂടെ എഴുതാവേ. 1 0 6 2 6. അപ്പോൾ ഇവിടെ 1, ഇവിടെ 2 2 1 3 പേര് പോയിൻറ്റിന് ശേഷം ഉണ്ടായിരിക്കണം. ആൻസർ ഈസ് 10.626. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ, 57.52 ഇൻറ്റു 31.2. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് നോക്കാം. 57.52 ഇൻറ്റു 312. 2 2s are 4, 5 2s are 10, remainder 1. 7 2s are 14 plus 1 15, remainder 1. 5 2s are 10 plus 1 11. 1 2s are 2. 1 കൊണ്ടാകുമ്പോൾ അതേ നമ്പർ തന്നെ എഴുതിയാൽ മതിയല്ലോ, എളുപ്പമുണ്ട് നമുക്ക്. 3 2s are 6, 3 5s are 15, 3 7s are 21 plus 1 22, 5 3s are 15 plus 2 17. ആഡ് ചെയ്യുമ്പോൾ 4 2 6 5 12 5 6 5 11 11 5 16, റിമൈൻഡർ 1. 7 5 12 2 14, റിമൈൻഡർ 1. 5 2 7 1 8 1 9 7 1. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ പോയിൻറ്റിന് ശേഷം 2 പേര്, ഇവിടെ പോയിൻറ്റിന് ശേഷം ഒരാൾ. അപ്പോൾ നമ്മുടെ ആൻസറിലും പോയിൻറ്റിന് ശേഷം 2 1 3 പേരുണ്ടായിരിക്കും. സോ ആൻസർ ഈസ് 1794.624. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, 0.01 ഇൻറ്റു 0.01. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 0-നെയൊക്കെ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് 1 1s are എത്ര ആൻസർ? 1 1s are 1 ആണ് ആൻസർ. ഇനി പോയിൻറ്റിന് ശേഷം ഇവിടെ 2 പേര്, ഇവിടെയും 2 പേരാക്കി ടോട്ടൽ പോയിൻറ്റിന് ശേഷം 4 പേരുണ്ടാവണം. അപ്പോൾ ഇവിടെ ഒരാളേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? 0 ഇട്ട് ആ 4 സ്പേസ് നമ്മൾ കറക്റ്റ് ആക്കണം. അപ്പോൾ എന്തായി? 0.001. അപ്പോൾ 1 2 3 4 പേര് പോയിൻറ്റിന് ശേഷം ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഈ ആൾക്കാർ കുറവാണെങ്കിൽ നമ്മളിവിടെ 0 ഇട്ട് ഫില്ല് ചെയ്യണം എന്നുള്ളത് ഓർത്തോണം. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, 2.04 ഇൻറ്റു 2.4. അപ്പം 204-നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4 4s are 16, remainder 1. 4 0 0 plus 1 1, 4 2s are 8, 2 4 2s are 8, 2 2s are 2 into 0 0, 2 2s are 4. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 8 1 9 8 4. നമുക്ക് പോയിൻറ്റിന് ശേഷം ഇവിടെ 2 ആൾ, ഇവിടെ ഒരാൾ, ആകെ മൊത്തം ടോട്ടൽ 4. പോയിൻറ്റിന് ശേഷം 3 പേര് വരണം. 896. ഓക്കെ, 4.896. അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2.5 ഇൻറ്റു 3.72. അപ്പം 372-നെ 25 കൊണ്ട് ഗുണിക്കണം. 5 2s are 10, റിമൈൻഡർ 1. 7 5 35 1 36, 15 1 16, 4 7 2 14, 3 2 6 1 7, 0
6 4 10, റിമൈൻഡർ 1, വീണ്ടും 6 4 10 1 11, റിമൈൻഡർ 1, 7 1 8 1 9. ഒന്നുകൂടെ നോക്കാം. 3 7 2 ഇൻറ്റു 5. ടീച്ചർക്ക് ഡൗട്ടേ തെറ്റിയോന്ന്. 5 2s are 10, റിമൈൻഡർ 1, 7 5 35 1 36, റിമൈൻഡർ 3, ഈ 3 15 3 18. ഇവിടെ കേട്ടോ തെറ്റിയത്. ടീച്ചർക്കൊരു ചെറിയ ഡൗട്ട് വന്നേ. അടുത്തത് 2 2s are 4 കറക്റ്റാണ്. 7 2s are 14, റിമൈൻഡർ 1, 3 2s are 6 + 1 എല്ലാം കറക്റ്റാണ്. 0 6 4 10, ശിഷ്ടം 8 4 12 1 13 വരും കേട്ടോ. എവിടെയോ ടീച്ചർക്കൊരു മിന്നൽ പോലെ വന്നു, തെറ്റിയോന്ന്. ദെൻ അടുത്ത 7 1 8 1 9. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 9 3 0 0. പോയിൻറ്റിന് ശേഷം ഇവിടെ 2 ആൾ, ഇവിടെ ഒരാൾ. അപ്പോൾ ആകെ മൊത്തം പോയിൻറ്റിന് ശേഷം 3 വരും. സോ നമ്മുടെ ഫൈനൽ ആൻസർ ഈസ് 9.3. ഒന്നാമത്തെ ചോദ്യത്തിൽ അവസാനത്തെ ക്വസ്റ്റ്യനാണ് 6th വൺ. 0.2 0.002. അപ്പോൾ നമ്പേഴ്സ് ആയിട്ടുള്ള 2 2s are 4 ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ആൻസർ. നമ്മൾ പോയിൻറ്റിന് ശേഷം നോക്കണം. ഇവിടെ 3 പേരുണ്ട്, ഇവിടെ ഒരാളുടെ. ആകെ മൊത്തം പോയിൻറ്റിന് ശേഷം 4 പേര് വേണം. അപ്പോൾ ഇവിടെ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 3 zeros ഇട്ട് 4 പ്ലേസ് കറക്റ്റാക്കി. അപ്പോൾ വെറുതെ 0.0004 എന്ന് പറയുന്നതിനേക്കാളും നല്ലത് 0.004. ഈ 0 എഴുതിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു ഭംഗിക്ക് 0 പോയിൻ്റ് എന്ന് പറയുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഗിവൺ ദാറ്റ് 3212 ഈക്വൽ ടു 23 ഈക്വൽ ടു 73876 73876 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ദെൻ ഫൈൻഡ് ദ പ്രോഡക്റ്റ് ബിലോ വിത്തൗട്ട് ആക്ച്വലി മൾട്ടിപ്ലൈങ്. യഥാർത്ഥത്തിൽ എഴുതി നോക്കാതെ നമ്മൾ ഇതിൻ്റെ എല്ലാ ആൻസർ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചെയ്ത് നോക്കാം. വിത്തൗട്ട് ആക്ച്വലി മൾട്ടിപ്ലൈങ് എന്ന് പറയുമ്പോൾ തന്നെ 3212 × 23 ആൻസർ നമുക്കിവിടെ അറിയാം. അപ്പോൾ അതേ സെയിം ആൻസർ തന്നെയായിരിക്കും ഇവിടെ എല്ലാം, പക്ഷേ പോയിന്റ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ക്വസ്റ്റ്യനിൽ പോയിന്റിന് ശേഷം ആകെ ഒരു നമ്പർ മാത്രമേ പോയിന്റിന് ശേഷമുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസറിലും പോയിന്റിന് ശേഷം ഒരാളെ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ പോയിന്റിന് ശേഷം 2 പേരുണ്ട്. അപ്പോൾ പോയിന്റിന് ശേഷം നമുക്കിവിടെ 2 നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ പോയിന്റിന് ശേഷം ആകെ 3 നമ്പർ. അപ്പോൾ ഇവിടെ പോയിന്റ് ഇടേണ്ടത് ഈ സൈഡിലാണ്. ഓക്കെ, ഈ സൈഡിൽ നിന്നല്ല, ഈ പോയിന്റിന് ശേഷം 3 പേരുണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ പോയിന്റിന് ശേഷം 0.32 1 പോയിന്റിന് ശേഷം 4 പേരുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിലും പോയിന്റിന് ശേഷം 4 നമ്പേഴ്സ് ഉണ്ടായിരിക്കണം, 4 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണം. ഇവിടെ 2 നമ്പർ, ഇവിടെ 2 നമ്പർ. അപ്പോൾ ടോട്ടൽ 4 നമ്പർ പോയിന്റിന് ശേഷം ഉണ്ടായിരിക്കണം. അപ്പം 7.3876 എന്നുള്ള ആൻസർ വരും. ഇവിടെ പോയിന്റിന് ശേഷം ഒരാളേ ഉള്ളൂ, ഇവിടെ 2 പേര്. അപ്പോൾ 2 1 3 പേര് പോയിന്റിന് ശേഷം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സെയിം ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് തേർഡ് വൺ. വിച്ച് ഓഫ് ദ പ്രോഡക്റ്റ് ബിലോ ഈസ് ഈക്വൽ ടു 1.47 × 3.7. 1.47 × 3.7 ഈക്വലായിട്ട് ഇതിനകത്ത് ആരാണ് ഉള്ളതെന്നാണ് ചോദ്യം. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ഈക്വലായിട്ട് ചിലപ്പോൾ ഇതിനകത്ത് ഒന്നിലധികം പേര് കാണും, ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടാവുള്ളത് ആരാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 1.47 × 3.7 ആൻസർ, അതായത് 147 × 37 ആൻസർ നമ്മൾ ആദ്യം കണ്ടെത്തി വെക്കുക. അവർ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം 14.7 1.47 × 3.7 ആൻസർ നമ്മൾ എഴുതുന്നു. ആൻസർ ഇത് തന്നെയാണല്ലോ, 5439 തന്നെയാണ് ആൻസർ. എത്ര ഡിജിറ്റ് മാറ്റി നമ്മൾ പോയിന്റ് ഇടണം? ഇവിടെ ഒരാൾ, ഇവിടെ 2 ആൾ. ആഫ്റ്റർ പോയിന്റ് നമുക്ക് എത്ര ഡിജിറ്റ്സ് കാണണം? 3. 5.439 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആൻസേഴ്സ് എല്ലാം ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് എല്ലാ ആൻസേഴ്സും ഒന്ന് എഴുതി നോക്കാം. 14.7 × 3.7. അപ്പോൾ എന്തായാലും ആൻസർ എന്താണ്? 5439 തന്നെയാണ്. പോയിന്റിന് ശേഷം 2 പേരുള്ളതുകൊണ്ട് 2 ഡിജിറ്റ് മാറ്റി കുത്തിട്ടു. അപ്പോൾ ഇതുമായിട്ട് കറക്റ്റ് അല്ല. അടുത്തതോ, ഇവിടെ 5439 തന്നെയാണ്. പോയിന്റിന് ശേഷം 2 പേര്, ഇവിടെ 2 പേര്. അപ്പോൾ നമ്മളിവിടെ ആൻസർ ഇവിടെ കുത്തിടണം. അപ്പോൾ അതും ആൻസറുമായിട്ട് മാച്ചില്ല. അടുത്തത് 14.7 ×
0.37, അപ്പം 5439. ഇവിടെ പോയിന്റിന് ശേഷം 2, ഇവിടെ ഒരാൾ, അപ്പോൾ നമ്മൾ പോയിന്റിന് ശേഷം 3 പേര്. അപ്പോൾ ഈ ആൻസറും മാച്ചാണ്. അപ്പോൾ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആളാണ് 5th വൺ. അടുത്ത 7th വൺ കൂടെ നോക്കാം. ഇതിൻ്റെ ആൻസർ 5439 തന്നെയാണ്. പോയിന്റിന് ശേഷമുള്ള 0ക്ക് വാല്യൂ ഇല്ല, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ 0 നമ്മൾ ഉൾപ്പെടുത്തിയെന്ന് വിചാരിക്കുക, അപ്പം നമ്മൾ ഇതിലൂടെ കൗണ്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ 2 പേര്, ഇവിടെ 2 പേര്, ടോട്ടൽ എത്രയാണ്? 1 2 3 4. അപ്പം കറക്റ്റ് ആയില്ലേ? നമ്മുടെ ആൻസറുമായിട്ട് കറക്റ്റ് ആണല്ലോ. ഇത് 2 എണ്ണം എന്താണ്? ഈ 2 നമ്പർ ഇവിടെ മാറ്റാം. ആഫ്റ്റർ ഡെസിമൽ നമുക്കൊരു 0 ഉണ്ടെങ്കിൽ അതിന് വാല്യൂ ഇല്ല കേട്ടോ. അപ്പോൾ 5.439 തന്നെ കറക്റ്റാണ്. അടുത്തത് ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ഇതിൻ്റെ ആൻസർ 5439. പോയിന്റിന് ശേഷം 2 പേരുള്ളൂ, അപ്പോൾ ഇതെടുത്തു. അപ്പോൾ ഇതുമായിട്ട് ഇത് മാച്ചല്ല. അടുത്തത് പോയിന്റിന് ശേഷം 5439. പോയിന്റിന് ശേഷം ആകെ 3 നമ്പറാണുള്ളത്, അപ്പോൾ ഈ നമ്പർ എന്താണ്? ഇതുമായിട്ട് മാച്ചാണ്, അപ്പോൾ ഇതിന് ഈക്വലാണ്. അടുത്ത ഇവിടെ നോക്കുക, 5439. ആഫ്റ്റർ ഇവിടെ ഒരു 0 ഒരു കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആ 0 നമ്മൾ ഉൾപ്പെടുത്തി. ഇനി പോയിന്റിന് ശേഷം ഇവിടെ എത്ര ഡിജിറ്റ് മാറ്റിയാണ് കുത്തരണ്ടേ? 3 ഡിജിറ്റ്. 1 2 3 4 ഡിജിറ്റ്. 1 2 3 4. അപ്പം ലാസ്റ്റത്തെ ക്വസ്റ്റ്യനും എന്തിന് ഈക്വലാണ്? 5.439 ഈക്വലാണ്. കാരണം ആഫ്റ്റർ ദ ഡെസിമൽ ഈ 0ക്ക് വാല്യൂ ഇല്ല കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? 5, 7 and 6 are the same answer of this given question. Okay. അടുത്ത 4th ക്വസ്റ്റ്യൻ. എ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് ഓഫ് ലെങ്ത് 45.8 meters and breadth 39.5 meters. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? ഒരു റെക്ടാങ്കുലർ പ്ലോട്ടിൻ്റെ ലെങ്ത് നീളം 45.8 മീറ്ററും വീതി 39.5 മീറ്ററുമാണെങ്കിൽ ആ പ്ലോട്ടിൻ്റെ ഏരിയ എന്ത്? പരപ്പളവ് എന്ത്? ലെങ്ത് ഓഫ് റെക്ടാങ്കുലർ പ്ലോട്ട്, ചതുരാകൃതിയിലുള്ള സ്ഥലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 45.8 മീറ്ററാണ്. വീതി എന്ന് പറയുന്നത് 39.5 മീറ്റർ. ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കുന്നത് നീളം ഗുണം വീതിയാണ്. അപ്പം നീളം ഗുണം വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 45.8 ഇൻറ്റു 39.5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പോയിൻ്റെല്ലാം ഒഴിവാക്കി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 458 ഇൻറ്റു 395. 8 5 40, റിമൈൻഡർ 4. 5 5 25 + 4 29, റിമൈൻഡർ 2. 4 5 22 22. 8 9 72, റിമൈൻഡർ 7. 9 5 45 5 50 52, റിമൈൻഡർ 5. 9 4 36 5, 36 4 43 41. അടുത്തത് 3 8s are 24, റിമൈൻഡർ 2. 3 5s are 15 + 2 17, റിമൈൻഡർ 1. 4 3s are 12 + 1 13. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ വലിയ പാടാണ്. 9 2 11, ശിഷ്ടം 1. 4 2 6, 2 8 1 9, റിമൈൻഡർ 1. 7 1 8 2 10 1 11. 7, റിമൈൻഡർ 1. 4 3 7 1 8. 4 2 6 2 8 8 8 1 9. റിമൈൻഡർ ഇല്ല അല്ലേ? അല്ലല്ലോ, വളരെ എനിക്ക് തെറ്റിപ്പോയോ? 7 2 9 1 10 കേട്ടോ. അവിടെ റിമൈൻഡർ ഇല്ല കേട്ടോ. 0 4 3 7 1 8 1. സോ ഇങ്ങനെയാണ് ആൻസർ വന്നിരിക്കുന്നത്. ആൻസർ ഈസ്, പെട്ടെന്ന് മാറ്റി എഴുതിയേക്കാം, 1809110. പോയിന്റിന് ശേഷം ഇവിടെ ഒരാൾ, ആകെ മൊത്തം പോയിന്റിന് ശേഷം 2 പേരും ഉണ്ടാകാൻ പാടുള്ളൂ. സോ ആൻസർ ഈസ് 1809.1 മീറ്റർ സ്ക്വയർ എന്ന് എഴുതണം കേട്ടോ. ഏരിയ ആകുമ്പോൾ യൂണിറ്റ് കറക്റ്റായിട്ട് എഴുതാൻ മറക്കല്ല കേട്ടോ. അടുത്തത്
പേജ് നമ്പർ 113 സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൈസ് ഓഫ് എ പെട്രോൾ ഈസ് 68.50 rupees per liter. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 8.5 liters? 1 ലിറ്റർ പെട്രോളിൻ്റെ വില 68.50 പൈസയാണ് എങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 8.5 liters? 8.5 ലിറ്റർ പെട്രോളിന് എത്ര രൂപയാവും? അപ്പോൾ അപ്പോഴും എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ നമ്മൾ. അപ്പോൾ ഇവിടെ 1 ലിറ്റർ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് 68.50 രൂപയാണ് കേട്ടോ. അങ്ങനെയാണ് 8.5 ലിറ്റർ കണ്ടുപിടിക്കാൻ 8.5 ഇൻറ്റു 68.50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? 6850 ഇൻറ്റു 85. എന്തിനാണ് ഞാൻ ഇവിടെ എഴുതിയത് മനസ്സിലായോ? ഈ സീറോയെ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഇത് ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് കിട്ടുന്ന ആൻസറിൻ്റെ അവിടെ ആ സീറോ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ സീറോയെ അങ്ങ് വരെ നമ്മൾ കൊണ്ട് നടക്കണ്ടേ, അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ടീച്ചർ അവിടെ സീറോ ഒഴിവാക്കി 85 അങ്ങനെ എഴുതിയത്. ദെൻ 5 5s are 25, റിമൈൻഡർ 2 8 5 42 42, റിമൈൻഡർ 4 6 30 4 34, 8 5 40, ശിഷ്ടം 4 8 8 64 4 68, റിമൈൻഡർ 6 6 8s are 48 plus 6 48 50 54 വരും അല്ലേ. സോ ആഡ് ചെയ്തു 5 2 8 plus 4 12, റിമൈൻഡർ 1 4 3 7 1 8. സോ ആൻസർ ഈസ് 58225. ആൻസർ ഈസ് 58225. പോയിൻറ്റിന് ശേഷം ഇവിടെ ആ ഒരു സീറോ നമ്മൾ കളഞ്ഞിട്ട് പോകുന്നായിരുന്നല്ലോ, ആ സീറോയും കൂടി അവിടെ ഇടണം. ഇനി പോയിൻറ്റിന് ശേഷം ഇവിടെ 2 പേരുണ്ടായിരുന്നു, ഇവിടെ ഒരാളുണ്ടായിരുന്നു. നമ്മൾ എത്ര ഡിജിറ്റ് മാറ്റി കുത്തിടണം? 2 1 3 1 2 3 ഡിജിറ്റ് മാറ്റി കുത്തിട്ടു. സോ 8 ലിറ്റർ പെട്രോളിൻ്റെ വില 582 രൂപ 25 പൈസ. ക്ലിയറായോ? 582 രൂപ 25 പൈസ. ഞാൻ പേജിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 113 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്രോഡക്റ്റ് എമംഗ് ദോസ് ബിലോ? തന്നിരിക്കുന്നതിലെ ഏറ്റവും വലിയ നമ്പർ, പ്രോഡക്റ്റിലെ ഏറ്റവും വലുത് ഏതാണെന്നാണ് ചോദ്യം. വലുത് ചെറുത് കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അപ്പോൾ അതിവിടെ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് ആദ്യം ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് നോക്കാം ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന്. ടീച്ചർ ആൻസർ എഴുതുന്നത് ശ്രദ്ധിച്ചോണം. എല്ലാം 1 ആണല്ലോ, 1 1s are 1 തന്നെയാണ്. പോയിൻറ്റിന് ശേഷം ഇവിടെ 3 പേര്, ഇവിടെ 2 പേര്. അപ്പോൾ പോയിൻറ്റിന് ശേഷം 5 പേരുണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിവിടെ 1 2 3 4 സീറോ ഇട്ട് ഫില്ല് ചെയ്തു. സോ ആൻസർ ഈസ് 0.00001. ഇവിടെ ഒരു സീറോ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്തത് ഇത് 101 ആ. ഇത് 1 101നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എത്രയാണ്? 101 തന്നെയാണ്. പോയിൻറ്റിന് ശേഷം നമ്മൾ ഇവിടെ 1 2 3 4 5 പേരുണ്ട്. 1 2 3 4 5 പേർക്ക് ഇവിടെ പോയിൻ്റ് ഇട്ടു. 0.00101 ആണ്. അടുത്ത ഇവിടെ 103ാമത്തെ 101 ഇൻറ്റു 001 എഴുതുമ്പോൾ 101 തന്നെയാണ് ആൻസർ. ഏതൊരു നമ്പറിനെ 1 കൊണ്ട് ഗുണിച്ചാൽ അത് തന്നെയല്ലേ. പോയിൻറ്റിന് ശേഷം ഇവിടെ 3 പേര്, ഇവിടെ 3 പേര്, 3 3 6 പേരുണ്ടാവണം. 1 2 3 4 5 6 പേര് പോയിൻറ്റിന് ശേഷം ഉണ്ടായിരിക്കണം. അടുത്ത ലാസ്റ്റത്തത് 10 പോയിൻറ്റിന് ശേഷമല്ല, സീറോയ്ക്ക് വാല്യൂ ഇല്ല. അപ്പോഴും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതണം? 1 1s are 1 തന്നെ എഴുതുക. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഈ സീറോ ഇവിടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ദെൻ ഇവിടെ പോയിൻറ്റിന് ശേഷം 3, ഇവിടെ പോയിൻറ്റിന് ശേഷം 2. അപ്പോൾ 5 ഡിജിറ്റ് മാറ്റി കുത്തണം. 1 2 3 4 5, ഇവിടെ സീറോ വരും. ഇനി ഇതിലാരാണ് ഏറ്റവും വലുതെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വലുത് ചെറുത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് എല്ലാവരും സെയിം ആണോ നോക്കി, അതെ. അടുത്തത് സെക്കൻഡ് 1 എല്ലാം സെയിം ആണോ എന്ന് നോക്കി. ഇതൊന്ന് ഇച്ചിരി വൃത്തിയായിട്ട് ഒരേപോലെ എഴുതാം. ഒരു മിനിറ്റ്, ഞാൻ ആൻസറിന് സെപ്പറേറ്റ് ഒരേ ലൈനിലാക്കി കൺസിഡർ ചെയ്ത് എഴുതി കേട്ടോ. നിങ്ങൾ ഇനി നോക്കുക. ഫസ്റ്റ് എല്ലാം സീറോയാ, കുഴപ്പമില്ല. സെക്കൻഡ് എല്ലാം സീറോയാ. ഇനി നോക്കുക, ആദ്യം 0 ഒഴിവായി 1 വന്ന് ഈ നമ്പറിലല്ലേ, ഇതാണ് ഏറ്റവും വലിയ നമ്പർ. ഇതാണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കേണ്ട നമ്പർ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തതിൽ ആരാ വലുതെന്ന് നോക്കി. അടുത്തതിൽ ആരാ വലുത്? ഇതെല്ലാം അല്ല, ഏറ്റവും ബിഗ്ഗസ്റ്റ് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ അല്ലേ.
ഇതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണ്? സെക്കൻഡ് വൺ, രണ്ടാമത്തെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടീച്ചർ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പക്ഷേ അതിനോടൊപ്പം എന്ത് ചെയ്യണം? പരീക്ഷയാണ് നമുക്കല്ലേ, ബുധനാഴ്ച തൊട്ട് പരീക്ഷ തുടങ്ങാണ്ട് നന്നായിട്ട് പഠിച്ച് കുറേ തവണ ചെയ്ത് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ.